Hi all. നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ഒക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാമോ? ജസ്റ്റ് ഐ നീഡ് എ കൺഫർമേഷൻ. ഓഡിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാവോ? ജസ്റ്റ് പ്ലീസ് വെദർ So, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hi all. Hi all. Welcome to E-Merit Learning App. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസൊണൻസ് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ റെസൊണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിൽ PYQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം KSEB AEയുടെ സിലബസ് നമുക്ക് കണ്ടു കാണാം. അതിൽ മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ് റെസൊണൻസ് എന്ന് പറയുന്നത്, സീരീസ് പാരലൽ റെസൊണൻസ് എന്ന് പറയുന്നത്. സോ ആ മൊഡ്യൂൾ 10 മാർക്ക് ആയതുകൊണ്ട് യു ക്യാൻ എക്സ്പെക്ട് ഒരു 3 മാർക്കിന് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു നിഗമനമാണ് 3 മാർക്ക് എന്ന് പറയുന്നത്. മേ ബി കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. വാട്ട് എവർ മേ ബി നമുക്ക് അതിലുള്ള ഫുൾ മാർക്ക്, ആ ടോപ്പിക്കിലുള്ള ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം, അതിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ അതിനു മുന്നേ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് നമ്മുടെ E-Merit ലേണിംഗ് ആപ്പിൽ നമ്മുടെ KSEB AEക്കുള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7994542209 ആൻഡ് 799433 ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും റിലേറ്റഡ് വിത്ത് ദ കോഴ്സ് നിങ്ങളതിൽ ചോദിക്കാവുന്നതാണ്. റൈറ്റ്. സോ 439/2022 KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, ആ കോഴ്സിൻ്റെ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോറോവർ നമുക്ക് KSEBയുടെ ഇലക്ട്രിക്കൽ ഫ്രീ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമുക്ക് അതിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ, ഗൈഡൻസ് എല്ലാം നിങ്ങളുടെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഫ്രീ ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ വേറെ ഏത് ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ ഓൺ റെസൊണൻസ്. ഓക്കെ, PYQ ഓൺ റെസൊണൻസ്, അതാണ് നമ്മളിന്ന് ഇത് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം റെസൊണൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്നുള്ളതെല്ലാം നമ്മൾ അതിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അറ്റ് എ ഫ്രീക്വൻസി ലെസ് ദാൻ ദ റെസൊണന്റ് ഫ്രീക്വൻസി the series circuit is capacitive and parallel circuit is inductive, or series circuit is inductive and parallel circuit is capacitive, both are capacitive, both are inductive. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കുക, സീരീസ് സർക്യൂട്ടിൽ എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പാരലൽ സർക്യൂട്ട്സിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ? അപ്പോൾ സീരീസിൽ ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പാരലലിൽ ആ സെയിം പോർഷൻ എന്തോ കപ്പാസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ
നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റെസൊണൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു സീരീസ് സർക്യൂട്ട്, ഒരു സീരീസ് കൺസിഡറിങ് എ സീരീസ് RLC സർക്യൂട്ട്. ഒരു സീരീസ് RLC സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി വോൾട്ടേജ് RLC ഒരു സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കറണ്ട് I എന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ജസ്റ്റ് വി ആർ മേക്കിംഗ് I is equal to V divided by root of Z square, sorry not Z, R square plus എന്താണ് XL minus XC the whole square എന്നുള്ള ഒരു ടേം ആയിരിക്കും വരുന്നത്. ഓക്കെ, V divided by XL plus XC square, XL minus XC square. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ XL മൈനസ് XC എന്ന് പറയുന്ന ടേം ഈക്വൽ ആയിരിക്കും. ഈക്വൽ എന്ന് വെച്ചാൽ ദറ്റ് മീൻസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് XL ആൻഡ് XC ഷുഡ് ബി ഈക്വൽ. XLും XCയും ഈക്വൽ ആവുന്നത് കൊണ്ട് നമുക്ക് എന്താ V by R, I is equal to V by R. അതായത് at resonance condition the impedance of the circuit will becomes resistance. Okay, impedance of the circuit will becomes resistance. Actually ഇതായിരുന്നു നമ്മുടെ Z എന്ന് പറയുന്നത്, ഇതായിരുന്നു നമ്മുടെ Z. ബട്ട് റെസൊണൻസ് കണ്ടീഷനിൽ XLും XCയും ഈക്വൽ ആയത് കാരണം നമുക്ക് എന്താ Z ഈക്വൽ ടു R എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് റെസൊണൻസ് കണ്ടീഷനിലാണ് XL മൈനസ് XC എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, XL മൈനസ് XC എന്ന് പറയുന്നത് റെസൊണൻസ് കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്ക് വേറെ നല്ല പോസിബിലിറ്റീസ് ഉണ്ടാവാം, വേറെ 2-3 പോസിബിലിറ്റീസ് ഉണ്ടാവാം. എന്താണ്? ഈ ടേം XL വിൽ ബി ഗ്രേറ്റർ. ഓക്കെ, XL ഗ്രേറ്റർ ആവാം ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ XL ലെസ്സറും ആവാം. അതായത് XL കൂടുതലാവാം, അതേപോലെ XC കൂടുതലാവാം. ഈ 2 കേസും പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം XL ആണ് വലുത്, അതായത് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഹയർ, ദെൻ ദ സർക്യൂട്ട് വിൽ ബിഹേവ്സ് ആസ് എൻ ഇൻഡക്റ്റീവ് നേച്ചർ. സർക്യൂട്ട് ഇൻഡക്റ്റീവ് നേച്ചർ ആയിട്ട് വർക്ക് ചെയ്യും. XC ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്തുവാ കപ്പാസിറ്റീവ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. റെസൊണൻസ് കണ്ടീഷനിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസൊണൻസ് കണ്ടീഷനിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ Z ഷുഡ് ബി ഈക്വൽ ടു R. റെസൊണൻസ് കണ്ടീഷനിൽ എന്തുവാ Z എന്ന് പറയുന്നത് R ആണ്. അപ്പോ ഈ സമയത്ത് ഉണ്ടാവുന്ന ഫ്രീക്വൻസിയാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2π√LC. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത് സീരീസ് റെസൊണൻസിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, സീരീസ് റെസൊണൻസിന്റെ ഇക്വേഷൻ ആണ് FR = 1/2π√LC എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റെസൊണന്റ് ഫ്രീക്വൻസിനെക്കാട്ടും ഫ്രീക്വൻസി കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു കർവ് നമ്മൾ വരയ്ക്കാം. സപ്പോസ് ഒരു കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലോട്ടിങ് എ കർവ് വേഴ്സസ് ഫ്രീക്വൻസി വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. സപ്പോസ് ഇതാണ് നമ്മുടെ റെസിസ്റ്റീവ് ഫ്രീക്വൻസി എന്ന് വെക്കുക. 0 ഡിഗ്രി, സപ്പോസ് ഇറ്റ് വിൽ ബി 90 ഡിഗ്രി, പ്ലസ് 90 ഡിഗ്രി, ദിസ് ഇസ് മൈനസ് 90 ഡിഗ്രി, പ്ലസ് 90 ഡിഗ്രി ആൻഡ് മൈനസ് 90 ഡിഗ്രി. ഇപ്പൊ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ the curve will be somewhat looks like this. ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും റെസൊണൻസ് കർവ് ആയിട്ട് വരുന്നത്. അപ്പോൾ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കും, അതായത് ആ ഫൈ എന്ന് പറയുന്ന ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു ഒറിജിൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നേച്ചറിൽ ഇവിടെ ഇതെന്തായിരിക്കും, ദിസ് വിൽ ആക്ട് ആസ് എ റെസിസ്റ്റീവ് സർക്യൂട്ട്. അതായത് നമ്മുടെ ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസി ആയിരിക്കും, അവിടെ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസിനെക്കാളും കൂടുതലാവുന്ന സമയത്ത് എന്തായിരിക്കും, ദിസ് വിൽ ആക്ട് ആസ് എൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്.
ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാരണം എന്താ, XL എന്ന് പറയുന്നത് ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ XL എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തോ ഇവിടെ കപ്പാസിറ്റീവ് നേച്ചർ ആയിരിക്കും. കാരണം നമുക്കറിയാം, ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റീവ് സർക്യൂട്ട്സ് കറന്റ് വിൽ ലീഡ്സ് ദ വോൾട്ടേജ്. ഇൻ ദ കേസ് ഓഫ് ഇൻഡക്റ്റീവ് കറന്റ് ലാഗ്സ് ദ വോൾട്ടേജ്. അപ്പോ നമുക്ക് ഒരു കാര്യം മാത്രം ക്ലിയർ ആണ്, ഈ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, at resonance, at resonant frequency, circuit behaves as resistive, R. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ബിലോ റെസണന്റ് ഫ്രീക്വൻസി, FR എന്ന് റെപ്രസെന്റ്, ബിലോ റെസണന്റ് ഫ്രീക്വൻസി എന്താണ്, circuit behaves as capacitive in nature. മൂന്നാമത്തെ പോയിന്റ്, above resonant frequency circuit behaves as an inductive nature. ഓക്കെ, ഇൻഡക്റ്റീവ് നേച്ചർ. അപ്പം റെസണന്റ് ഫ്രീക്വൻസിയുടെ സർക്യൂട്ട് റെസിസ്റ്റീവ് നേച്ചർ ആണ്. റെസണന്റ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ സർക്യൂട്ട് കപ്പാസിറ്റൻസ് ആണ്. റെസണന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെങ്കിൽ സർക്യൂട്ട് ഇൻഡക്റ്റീവ് നേച്ചർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കുമ്പോൾ അതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, സ്ഥിരം ചോദിക്കുന്ന ഒരു ഇതാണ് പവർ ഫാക്ടർ എന്തായിരിക്കും എന്നുള്ളത്. കപ്പാസിറ്റീവ് ഇത് ലീഡിങ്ങും ഇവിടെ ലാഗിങ് നേച്ചറും ആയിരിക്കുന്നത് ഓർക്കുക. ലീഡും ലാഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ ഇത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സീരീസിന്റെ കേസിലാണ്. പാരലൽ റെസൊണൻസിന്റെ കേസിലാവുമ്പോൾ ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി എന്തായിരിക്കും, ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി സർക്യൂട്ട് ബിഹേവ്സ് ആസ് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ, എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി സർക്യൂട്ട് ബിഹേവ്സ് ആസ് കപ്പാസിറ്റീവ് ഇൻ നേച്ചർ. അപ്പൊ അതോടെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ ഇതില് ഒരെണ്ണം മാത്രം പഠിക്കുക, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അറിയാന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരലലിന്റെ കേസിൽ വരുന്നത്. അപ്പോ എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ് സീരീസിന്റെ സർക്യൂട്ടിൽ. അപ്പം എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി പാരലൽ റെസൊണൻസിൽ എന്തോ കപ്പാസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സർക്യൂട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. അറ്റ് ഫ്രീക്വൻസി ലെസ് ദാൻ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് സീരീസിന്റെ സർക്യൂട്ട് എന്തായിരിക്കും, കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, സീരീസിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആണ്. പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് നേച്ചർ ആണ് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻ എ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സീരീസ് സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ് ആൻഡ് പാരലൽ സർക്യൂട്ട് ഈസ് ഇൻഡക്റ്റീവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ പാരലൽ RLC സർക്യൂട്ട് resonates at 100 kilohertz. At frequency of 110 kilohertz, the circuit impedance will be എന്താണ്, റെസിസ്റ്റൻസ് ആണോ, ഇൻഡക്ടൻസ് ആണോ, കപ്പാസിറ്റൻസ് ആണോ, നൺ ഓഫ് ദീസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR എന്ന് പറയുന്നത് 100 കിലോഹെർട്സ് ആണെങ്കിൽ നമ്മുടെ ചോദ്യം 110 കിലോ ഹെർട്സിലായിരിക്കുമ്പോൾ സർക്യൂട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, സർക്യൂട്ട് ഇംപിഡൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 110 കിലോ ഹെർട്സ് ആവുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി. ഇപ്പൊ ഇറ്റ് ഈസ് എബോവ് റെസൊണന്റ് ഫ്രീക്വൻസി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണ്. എന്താണ് നോക്കിയത്? നമ്മുടെ സീരീസ് റെസൊണൻസിന്റെ കേസിൽ ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇൻഡക്റ്റീവ് നേച്ചർ ആണ്, സോ കപ്പാസിറ്റീവ് നേച്ചർ ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ബിലോ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് ആണെന്ന് പഠിച്ചത് സീരീസ് റെസൊണൻസ് കേസിൽ. അപ്പോ പാരലൽ റെസൊണൻസിൽ, ഇൻ ദ കേസ് ഓഫ് പാരലൽ റെസൊണൻസ് നമുക്ക് എങ്ങനെ എഴുതാം? പാരലൽ റെസൊണൻസിന്റെ കേസിൽ below resonant frequency circuit behaves as
and inductive nature. Behaves as inductive nature. Whereas above resonant frequency circuit behaves as capacitive in nature in the case of parallel circuits. So ഇവിടെ നമുക്ക് parallel circuits ആണ്. So അതുകൊണ്ട് clear, it is clear. എന്താണ് resonant frequency 100 kilohertz above resonant frequency ആണ്. Above resonant frequency capacitance ആയിരിക്കും, capacitive nature ആയിരിക്കും. So answer is capacitance. Okay, answer is capacitance. If the same question instead of parallel series ആണ് പറയുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ഇൻഡക്റ്റൻസ് ആയിരുന്നു ആൻസർ. അപ്പൊ ഈ കേസിൽ ആൻസർ സി ആയിരിക്കും, കപ്പാസിറ്റീവ് നേച്ചർ ആണ്. ക്ലിയർ, കപ്പാസിറ്റീവ് നേച്ചർ ആണ്. Now അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് റെസൊണന്റ് സർക്യൂട്ട് ദ ഇംപിഡൻസ് അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി ഈസ് 2R R by root 2 root 2R R by 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നമുക്കറിയാം ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം. റെസൊണന്റ് ഫ്രീക്വൻസിയിലെ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാഫ് പവർ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഒരു കർവ് ഇതാണ്, നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി കർവ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് അവർ റെസൊണന്റ് ഫ്രീക്വൻസി. If it is the maximum value of 0.7, 70% നമ്മൾ എടുക്കുകയാണ്, -3 ഡെസിബൽ എടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ ഇതാണ് നമ്മുടെ എന്താണ് FH/FL, അതായത് ലോവർ ഹാഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ ഹാഫ് ഫ്രീക്വൻസി ആൻഡ് FH എന്ന് പറഞ്ഞാൽ ഹയർ ഹാഫ് ഫ്രീക്വൻസി. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഡിഫറൻസിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ, റെസൊണന്റ് ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ഇംപിഡൻസ് R ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം XL XCയും ഈക്വൽ ആയതുകൊണ്ട് Z എന്നുള്ളത് R ആണ്. ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹാഫ് പവർ ഫ്രീക്വൻസി, അതായത് ഈ പോയിന്റുകളിൽ എന്താണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്, അതായത് ഇസഡിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ആൻസർ എന്തായിരിക്കും? അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, റെസൊണൻസ് കണ്ടീഷനിൽ അറ്റ് റെസൊണൻസ് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ആർ ആണ്. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ. അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് IM, മാക്സിമം കറണ്ട്? അതെ, ഓക്കെ, സപ്പോസ് ഇത് കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി കർവ് ആണ് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് 0.7 IM. മാക്സിമം വാല്യൂ എന്താ, ഇത് IM എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ IM എന്ന് പറയുന്നത് എന്താണ്, V/Z അല്ലെങ്കിൽ V/R നമുക്ക് എഴുതാം. IM is equal to V/R എന്ന് നമുക്ക് എഴുതാം. അപ്പം വാട്ട് ഈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്തോ Z is equal to V/IM അല്ലെങ്കിൽ R is equal to V/IM എന്നുള്ളത് നമുക്ക് എഴുതാം. V/IM നമുക്ക് എഴുതാം. അപ്പോ അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി, അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് I is equal to എന്താണ്, IM/√2 ആണ് എന്ന് ഓർക്കുക അല്ലെ. 0.707 IM എന്ന് പറയുന്നത് എന്താണ്, IM/√2 ആണ്. I is equal to IM/√2. So what is our Z? Z is equal to V/I. So V divided by I ക്ക് വരെ എന്ത് എഴുതാം, IM/√2 എന്ന് എഴുതാം. IM/√2 നമുക്ക് എഴുതാം. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, √2 ടൈംസ് V/IM. Z is equal to √2 ടൈംസ് V/IM. So what is V/IM? V/IM എന്ന് പറയുന്നത് R ആണ്. So we can write √2 ടൈംസ് R. So ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് റെസൊണൻസ് കണ്ടീഷനിൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് R ആയിരുന്നു. ഇപ്പൊ ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ എന്തായിരുന്നു, Z എന്ന് പറയുന്നത് √2 ടൈംസ് R. ഇപ്പൊ വേറെ സിമ്പിൾ തിങ്, ഇതെങ്ങനെയാ കണ്ടുപിടിച്ചെന്നുള്ളത് നോക്കുക. R ആയിരുന്നു, ജസ്റ്റ് R is equal to V/IM or V/IM അല്ലെ. V/IM is equal to R, അതല്ലേ V/IM പകരം R ഇട്ടത്.
ഹാഫ് ഓഫ് ഫ്രീക്വൻസിയിലെ കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് Im/√2, അതായത് 0.707 Im. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോഴാണ് നമുക്ക് √2 ടൈംസ് R എന്നത് കിട്ടുന്നത്. ചെക്ക് ചെയ്യുക ആൻസർ. ആൻസർ ഈസ് എന്താണ്? √2 R. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ 3 ക്വസ്റ്റ്യനിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? നാലാമത്തെ ക്വസ്റ്റ്യൻ, what is the value of current at half power of a series RLC circuit at resonance when the maximum value of current is 20 ampere, 5 ampere, 10 ampere, 12.74 and 14.14 ampere? എന്തായിരിക്കും ആൻസർ? ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്? വി നോ ദ വാല്യൂ ഓഫ് ഐ അല്ല, ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. വാല്യൂ ഓഫ് കറണ്ട് ഹാഫ് പവർ ഫ്രീക്വൻസി. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഐ ഇസ് ഈക്വൽ ടു Im/√2, റൈറ്റ്? Im/√2. അപ്പം Imന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. 20/√2. 20/√2. അപ്പൊ 20/√2 1/√2 എന്ന് പറയുന്നത് എന്താ? 0.707. സോ 0.707 ഇൻറ്റു 20 അപ്പൊ എന്താ? 14.14 ആംപിയർ. ഈസി ആയിട്ട് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. 14.14 ആംപിയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വേറൊരു മെത്തേഡിൽ ചെയ്യാം. വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് സ്ക്വയർ. P is equal to I² R അല്ലേ? സോ നമുക്ക് എഴുതാം P is proportional to I². ഹാഫ് പവർ ആകുമ്പോൾ എന്താ? ഇറ്റ് വിൽ ബി P/2 is proportional to I/√2 the whole square, right? I/√2 the whole square proportionally. Current will becomes, if the power is half, current is also becomes 1/√2 times. So it becomes, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what is I new? പുതിയ കറണ്ട് എന്ന് പറയുന്നത് എന്താ? പഴയ കറണ്ടിന്റെ 1/√2 times. That is here also it will be 20/√2. That is equal to 14.14 ampere. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇറ്റ് ഈസ് സിമ്പിൾ. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് മീൻസ് ഈസി ആയിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ഹാഫ് പവറിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഹാഫ് പവർ ഫ്രീക്വൻസിയിലെ കറണ്ട് എന്ന് പറയുന്നത് Im/√2 ആണെന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. ക്ലിയർ? ഓക്കെ, we can move to the correct answer. Option D, 14.14 ampere തന്നെയാണ്. Next question. What is the value of total impedance of a tank circuit working at resonant frequency having a capacitance of 0.01 millifarad and an inductance of 0.01 millihenry? Option A 0, B 10, C 100 and D infinity. So what will be the answer? Answer എന്തായിരിക്കും? Just check answer എന്താണെന്നുള്ളത് നോക്കിയേ. ആൻസർ എത്രയാന്ന് പറഞ്ഞേ? ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പം നോക്കി, അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ടാങ്ക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്, ടാങ്ക് സർക്യൂട്ട് ആക്ട്സ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റെസൊണൻസ് കണ്ടീഷനിൽ എന്താണ്? ടാങ്ക് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം എന്തോ? കറണ്ട് 0 ആണെന്ന് അർത്ഥം. കറണ്ട് ഈസ് 0. വാട്ട് ഈസ് ഇംപീഡൻസ്? ഇംപീഡൻസ് ഈസ് V/I. When I is equal to 0, Z should be infinity. Z എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പോൾ ഓർക്കുക, റെസൊണൻസ് കണ്ടീഷനിൽ അല്ലെ, റെസൊണൻസ് കണ്ടീഷനിൽ റെസൊണൻസ് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
റെസൊണന്റ് കണ്ടീഷൻസിൽ എന്തായിരിക്കും? ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ അപ്പം ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് 0 ആണ്. കറണ്ട് 0 ആണെന്നുണ്ടെങ്കിൽ Z will be infinity. Rubiki check. Yes, option D is the answer. Clear? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. With reference to series resonance, state whether the following statements are true or false. Resonance frequency is the geometric mean of the two half power frequency. At resonance, circuit behaves as resistive circuit. Option A, both statements are true. Option B, statement 1 is true, statement 2 is false. Option C, statement 1 is false and statement 2 is true. Both statements are false. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ ആൻസർ എന്തായിരിക്കും? സോ പ്ലീസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പം റെക്കോർഡഡ് വീഡിയോസ് കാണുകയാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കാണും, ആ ഐഡിയ വെച്ച് നിങ്ങളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ റെക്കോർഡ് വീഡിയോ കാണുമ്പോൾ നിങ്ങളെന്തോ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിച്ച ആൻസർ തന്നെയാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സപ്പോസ് അതല്ല, നിങ്ങൾ വിചാരിച്ച ആൻസർ അല്ല കറക്റ്റ് ആൻസർ എന്നുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിയത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കൽ തെറ്റത്തില്ല. ഫൈൻ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കാം. സി ഫസ്റ്റ് പോയിന്റ് എന്താ? റെസൊണന്റ് ഫ്രീക്വൻസി ജോമെട്രിക് മീൻ ഓഫ് ദ ടു ഹാഫ് പവർ ഫ്രീക്വൻസി. അപ്പൊ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ച് FL ഉം FH ആണ് നമ്മുടെ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR can be represented as the geometric mean of FL as well as FH, the product of FL and FH. ഓക്കെ, അപ്പൊ ജോമെട്രിക് മീൻ ഓഫ് ഹാഫ് പവർ ഫ്രീക്വൻസി, റെസൊണന്റ് ഫ്രീക്വൻസിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. Then at resonant circuit, the circuit behaves at resonant circuit behaves as resistive circuit. ഇതും കറക്റ്റ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. സോ ഓപ്ഷൻ A is the correct answer. Both statements are true. Option A is correct. Right? You can move to the next question. 7th question. In a parallel resonant circuit, the input impedance of the circuit is എന്തായിരിക്കും? In a parallel resonant circuit, the input impedance of the circuit is option A, maximum, minimum, 0, infinite. ഏതായിരിക്കും മോസ്റ്റ് സൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ പാരലൽ റെസൊണന്റ് സർക്യൂട്ട് നമുക്ക് മനസ്സിലായി. പാരലൽ റെസൊണന്റ് സർക്യൂട്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പാരലൽ റെസൊണന്റ് സർക്യൂട്ടിൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വെദർ ഇറ്റ് വിൽ ബി മാക്സിമം ഓർ മിനിമം ഓർ 0 ഓർ ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സീരീസ് റെസൊണൻസിൻ്റെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സീരീസ് റെസൊണൻസിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, സീരീസ് റെസൊണൻസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നോ അതിനെ നേരെ തിരിച്ചായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? തിരിച്ചായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു സീരീസ് റെസൊണൻസ് കർവിൻ്റെ കേസ് നോക്കാം. അതായത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരലലിൻ്റെ കേസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, നമ്മുടെ കറണ്ടിൻ്റെ ഷേപ്പ്, കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ദ പീക്ക്, whereas the impedance will be like this. Okay, this is my impedance, this is current. Okay, അപ്പോൾ this is I bar Z, ഇത് ഫ്രീക്വൻസി. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ്? സീരീസിന്റെ കേസിൽ എന്താണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റെസൊണന്റ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം ആണ്. ഓക്കെ, കറണ്ട് മാക്സിമം. ഇപ്പൊ കറണ്ട് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ എന്താ? ഇംപിഡൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇംപിഡൻസ് മിനിമം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റൻസ് എന്തായിരിക്കും? ഇംപിഡൻസ് മിനിമം ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റൻസ് ഈസ് മാക്സിമം. Admittance maximum. Okay, this is the case of a series resonance condition. Same thing if we move to the parallel condition. പാരലലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാവുന്ന എന്താണ്? പാരലലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് മാക്സിമം. അവിടെ ഇംപിഡൻസ് എന്ന് പറയുന്നത് മാക്സിമം. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് മിനിമം. റൈറ്റ്, ഇവിടെ നോക്കിയേ. ഇപ്പൊ നമുക്കറിയാം Z is equal to V/I. If I is maximum, current I is maximum, ഇംപിഡൻസ് ഈസ് മിനിമം. അത് നമുക്കറിയാം. ഇംപിഡൻസ് മിനിമം ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റൻസ് മാക്സിമം ആയിരിക്കും. അതേപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് അഡ്മിറ്റൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ Y is equal to I/V. If V is maximum, admittance is minimum. Admittance minimum ആണെങ്കിൽ ഇംപിഡൻസ് മാക്സിമം. അപ്പോൾ നമുക്ക് ഇവിടെയും അഗെയിൻ ഞാൻ പറയുന്നതാണ്. സി അഗെയിൻ നോക്കിയേ, ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസിന്റെ കേസ്. അപ്പൊ ഇത് അറിയാന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പാരലൽ കേസിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ കറണ്ട് ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ആണ്. അപ്പൊ ഇവിടെ മാഗ്നിഫിക്കേഷൻ വരുന്നത് എന്തോ? കറണ്ട് മാഗ്നിഫിക്കേഷൻ. ഇവിടെ വരുമ്പോൾ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്തിരുന്ന റെസൊണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. Clear? Appo in parallel resonance circuit, the input impedance of the circuit is clear. Input is maximum. Option A is the correct answer. Right. Move to the next question. For a circuit, the 3 decibel frequencies are given as 372.1 Hz and 340.3 Hz. At resonance, the central frequency will be. Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 356.19 ഹെർട്സ് ആൻഡ് 355.89 ഹെർട്സ്, 355.84 ഹെർട്സ്, 370.68 ഹെർട്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഗേറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനെന്തായാലും ഇത് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ വേണം. ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ടു ഷോ എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മുടെ ഇതിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ എടുത്തത്. ഈ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞത്, അതായത് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? FR എന്ന് പറയുന്നത് ഇറ്റ്സ് റൂട്ട് ഓഫ് F1 F2 ഓർ FL FH. FL FH എന്നോ അല്ലെങ്കിൽ F1 F2 നമുക്ക് എഴുതാം. 3 ഡെസിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് 3 ഡെസിബിൾ ഫ്രീക്വൻസിയാണ് ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഹിയർ FR റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റർ വേണം ചെയ്യാൻ. ഇപ്പൊ PSC ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. മേ ബി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈസി ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് 372.1 ഇൻറ്റു 340.3. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നത് ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, FR is equal to root of F1 F2. അപ്പോൾ FR is equal to root of F1 F2 ഇത് ചെയ്യുമ്പോൾ നമുക്ക് we get the answer. Okay, so we get somewhat ചെയ്ത് നോക്കിയാൽ മതി, ഇതിലെ ഒരു ഓപ്ഷൻ കിട്ടും. ലെറ്റ് ബി, ഐ ഹോപ്പ് ഇറ്റ് ഇസ് സി, ഓപ്ഷൻ സി 355.84. ഓക്കെ, എസ് 355.84 നമുക്ക് കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് 355.84. സി ഇങ്ങനെ അടുപ്പിച്ച് നോക്കി 84, 89 ഇങ്ങനെ വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ എന്തായാലും PSC ചോദിക്കത്തില്ല. ബട്ട് യു ക്യാൻ എക്സ്പെക്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പെട്ടെന്ന് റെസൊണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? F is equal to 1/2π root LC എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. ഈവൻ ദോ അങ്ങനെയാണെങ്കിൽ പോലും ഹാഫ് പവർ ഫ്രീക്വൻസി വരുമ്പം ജോമെട്രിക് മീൻ എന്നുള്ള ഒരു പോയിന്റും കൂടെ, അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇത് നോക്കിയായിരുന്നു. അത് വെച്ച് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Fine, we can move to the next question, 9th question. Right, 9th question. A circuit with a resistor, inductor and capacitor in series is resonant at F0 Hz. If all the component values are now doubled, the new resonant frequency is, what is the new resonant value? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
Okay, എല്ലാ ടേംസും നമ്മൾ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ what happens, whether it is f0 by 4, f0, 2f0, f0 by 2. See, resonant frequency equation എന്ന് പറയുന്നത് f is equal to 1 by 2 pi root LC അല്ലേ, 1 by 2 pi root LC, or this is can be written as omega by 1 by root LC. ഇങ്ങനെ നമുക്ക് എഴുതാം, omega by root LC. Then now omega dash will be equal to 1 by root of L dash C dash എന്ന് മാറ്റി, അതായത് പുതിയ ചേഞ്ച് ചെയ്തതുള്ള കേസ്. ഇപ്പം എൽ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, 2 times L, C dash will be again 2 times C, ഡബിൾ ആക്കി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this will becomes omega dash will be equal to 1 upon root of 2L into 2C, that is equal to 1 by root of 4LC, that is equal to 1 by 2 root LC എന്ന് നമുക്ക് കിട്ടി, 1 by 2 root LC. സോ ഒമേഗ ഡാഷ് ബൈ ഒമേഗ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒമേഗ ഡാഷ് ബൈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, 1 by 2 root LC into root LC, that means 2 times. So omega dash will be equal to omega by 2. That means the frequency, if it is f naught, this f naught, f dash would be equal to, so it is f dash would be equal to f upon 2, 1 by 2, ഹാഫ് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയത്രേ ഉള്ളൂ. സോ വി ഗെറ്റ് f0 by 2 is the correct answer. Option D is the correct answer. So we can move to the next question, 10th question. Okay, we can move to the 10th question. If in an RLC series circuit, the frequency is below the resonant frequency, then again simple, whether Xc greater than XL or Xc equal to XL or Xc less than XL, none of the above. What will be the answer? Simple question. Again, it is a simple question. എന്താണ്, we know that series resonant circuit ല് resonant frequency നെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ എന്താ, കപ്പാസിറ്റീവ് നേച്ചർ ആണെന്ന് നമ്മൾ അറിയാം. ഇപ്പൊ കപ്പാസിറ്റീവ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, Xc should be a greater value. Okay, Xc should be a greater value. അപ്പം clear, option A is the correct answer. അല്ലേ, Xc ആണ് ഗ്രേറ്റർ വാല്യൂ, സോ Xc is greater than XL, so option A is the correct answer. Now, next question. Determine the quality factor of a series resonant RLC circuit when the bandwidth of the circuit is 20 kilohertz and the circuit resonates at 1.6 kilohertz. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Answer options 0.08, 0.05, 0.04, 0.02. What will be the answer? അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ക്യൂ ഫാക്ടർ അഥവാ ക്വാളിറ്റി ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂ ഫാക്ടറിനെ നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് റെസണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. റെസണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be the our question is to find the quality factor, right? Quality factor. So what will be the value? Let me see, 1.6 kilohertz divided by 20. 1.6 divided by 20. So it will becomes, suppose if we are multiplied by 10, 16 by 20. 16 by 20, that is 4 by 5. 4 by 5, that is 0.08. Right? 16 by 1.6 divided by 20 is 0.08. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്, പുതിയൊരു ഇക്വേഷനാണ് എന്താണ്, ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. Answer option A is the correct answer. Next question. Calculate the value of quality factor of a series RLC circuit having resistance, inductance and capacitance of 30 ohm, 27 millihenry and 0.03 millifarad respectively.
Option A 0.86, option B 1, option C 2.6, option D 3. So what will be the most suitable answer? എങ്ങനെ നമുക്ക് ചെയ്യാം? So we know that Q factor will be equal to L omega by R, right? Q factor is equal to L omega by R. It's a series RLC circuit. I'm talking about the series RLC circuit. Q factor is equal to L omega by R. But we don't know the value of omega. Omega the value നമുക്ക് അറിയത്തില്ല. Omega എന്ന് പറയുന്നത് എന്താണ്? What is omega? Omega is nothing but 1 by root LC. 1 by root LC ആണ് എന്താ omega എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ we can write Q factor is equal to എന്ത് എഴുതാം നമുക്ക്? L by R into 1 by root LC എന്ന് നമുക്ക് എഴുതാം. 1 by root LC. L by R into 1 by root LC. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this can be written as 1 by R into root of L by C എന്ന് നമുക്ക് എഴുതാം. Root of L by C. 1 by R into root of L by C. So that means that is equal to R ന്റെ value എന്ന് പറയുന്നത് 30 ohm അല്ലേ resistance. So R is given as 30 ohm, L is given as 27 millihenry and C is given as 0.03 millifarad. അപ്പം 1 by 30 root of L by C. So 27 millihenry, so 10 raised to minus 3 divided by 0.03 into 10 raised to minus 3. അപ്പം 27 by 3 എന്ന് പറയുന്നത് 9 എന്ന് നമുക്ക് എഴുതാം. 27 by 3 9. So we get 300. Okay, let it be 300 900 വരും. So root എടുക്കുമ്പോൾ 30. So root of 900 we get 30. So 30 by 30 we get the quality factor as 1. We get the quality factor as 1. Easy, right? 27 by 0.03, 10 raised to minus 3, 10 raised to minus 3, 4. 27 by 0.03 is nothing but 900. Root of 900 is 30. So 30 by 30 is equal to 1. Right? Option B is the correct answer. Check here. Yes, option B is the correct answer. Now, next one. Next question. What is the bandwidth of a series RLC circuit having resistance, inductance and capacitance of 80 ohm, 2 millihenry and 0.01 millifarad respectively? Bandwidth ആണ് ചോദിച്ചിരിക്കുന്നത്. Option A 10, option B 20, option C 40, option D 80. So we can find, so bandwidth എന്ന് പറയുന്നത് we can write bandwidth is equal to R by we can write R by L, right? R by L. If you are talking about the bandwidth in omega, delta omega. Bandwidth എന്ന് പറയുന്നത് the difference between the two frequencies, higher frequency minus lower frequency. ഇതാണ് F2 minus F1 ആണ് നമ്മുടെ bandwidth എന്ന് പറയുന്നത്. Or we can write as omega 2 minus omega 1. If it is omega 2 minus omega 1, omega 2 minus omega 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? R by L എന്ന് എഴുതും. If you are talking about F2 minus F1 bandwidth, F2 minus F1, this is R by 2 pi L. Both are same. Omega വരും 2 pi F1 വരും. So R by L. Simply we can directly find the equation. Bandwidth is equal to R upon 2L, R by L. So 80 by 2 into 10 raised to minus 3. 2 into 10 raised to minus 3. 2 millihenry, right? 2 millihenry. So the bandwidth will becomes 80 by 2 is 40 into 10 raised to minus 3. So 10 raised to 3, right? 10 raised to 3. So that is nothing but 40 kilohertz. 40 kilohertz. I think option C is the correct answer. 40 kilohertz we get. Right? Option C is the
കറക്റ്റ് ആൻസർ. റൈറ്റ്? സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായിട്ട് എല്ലാ ടോപ്പിക്സും, അതായത് റെസൊണൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കി. എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വാട്ട് ആർ ദ തിങ്സ് ടു റിമെമ്പർ? റൈറ്റ്? ഈ ഒരു ഇക്വേഷൻസ് ആണ്. സോ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ബിഫോർ ഗോയിങ് ടു ദിസ് ടേബിൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക, നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ജസ്റ്റ് എ മിനിറ്റ്. I'm completed in a single table. Okay. Right. ഞാൻ സീരീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പാരലലിലുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം, ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഓർഡറിലൊന്നല്ല എഴുതുന്ന, ജസ്റ്റ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. Fine. We can start from the resonant frequency. Fr should be equal to 1 upon 2 pi into root of LC. Please remember this equation. Fr is equal to 1 by 2 pi root LC. Then അടുത്തത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? At resonant frequency സർക്യൂട്ട് റെസിസ്റ്റീവ് ആയിരിക്കും, പവർ ഫാക്ടർ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി സർക്യൂട്ട് കപ്പാസിറ്റീവ് ആയിരിക്കും, ലീഡ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. എബോ റെസൊണന്റ് ഫ്രീക്വൻസി സർക്യൂട്ട് ഇൻഡക്ടർ ആയിരിക്കും, അപ്പോൾ ലാഗ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. യൂണിറ്റി, ലീഡ്, ലാഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. എബോ റെസൊണന്റ് ഫ്രീക്വൻസി. പിന്നെ ഒരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ടിൻ്റെ കാര്യമാണ്. കറണ്ട് മാക്സിമം ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. കറണ്ട് മാക്സിമം, അതുകൊണ്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് എ സമ്മറി. Okay, so this is the first one, this is the second one. Okay, ഇത് രണ്ടാമത്തെ പോയിന്റ് എടുക്കാം, ഇത് നെക്സ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഏത് ഫ്രീക്വൻസിയിലാണ്, അതായത് മാക്സിമം വോൾട്ടേജ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് എത്തുന്നത് ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടായാലും ശരി, കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ളത്, അത് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അതായത് FL എന്ന് പറയുന്നു, ഇറ്റ്സ് നോട്ട് എ ലോവർ ഫ്രീക്വൻസി. ഓക്കെ, FL എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, അതായത് ഈ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത്. ഇൻഡക്ടറിൽ മാക്സിമം വോൾട്ടേജ് കിട്ടുന്ന ഫ്രീക്വൻസിനാണ് FL എന്ന് പറയുന്നത്. Maximum voltage at which, or FL is the frequency at which maximum voltage appears across the inductor. That equation is 1 upon 2 pi root LC. Okay, 1 upon 2 pi root LC into root of 1 divided by 1 minus R square by 2L. R square by 2L. Right? 1 by 2 pi root LC, sorry, R square C. Okay. FL is the frequency at which maximum voltage appears across the inductor. ആ ഫ്രീക്വൻസി ആണ് 1 by 2 pi root LC root of 1 by 1 minus R square C by 2L എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഇതേ തന്നെ FC,
maximum voltage. FC is the frequency at which maximum voltage appears across the capacitor. അപ്പം അവിടെ എന്താ 1/2π√LC. അപ്പൊ രണ്ടിലും എന്താണ് 1/2π√LC എന്ന് പറയുന്നതുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് 1/LC മൈനസ് R²/2L. R²/2L. 1/LC മൈനസ് R²/2L. അപ്പം ഇതാണ് എന്താ ഫ്രീക്വൻസി അറ്റ് വിച്ച് മാക്സിമം വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദറ്റ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഫൈൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇതില് സീരീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സീരീസിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു പോയിന്റ്സ് എന്നാണ്. ഫസ്റ്റ് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യൂ ഫാക്ടറിന്റെ കുറച്ച് ഇക്വേഷൻസ്. ക്യൂ ഫാക്ടറിന് എന്തൊക്കെ ഇക്വേഷൻസ്, പോസിബിൾ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ക്യൂ ഫാക്ടറിലുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടത് Q is equal to 2π into maximum energy stored. Okay, maximum energy stored divided by total energy lost. Okay, maximum energy Q is equal to 2π into maximum energy stored divided by total energy lost per second. ഒരു സെക്കൻഡിൽ എന്ത് മാത്രം എനർജി ലോസ്റ്റ് ആയി എന്നുള്ളതാണ് ക്യൂ ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു L⍵/R എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. L⍵/R യൂസ് ചെയ്യാം. അതേപോലെ ക്യൂ ഫാക്ടറിന് വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C⍵R. ക്യൂ ഫാക്ടറിന് 1/C⍵R എന്ന് എഴുതാം. അതേപോലെ ക്യൂ ഫാക്ടറിന് വേറൊരു ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് റെസൊണന്റ് ഫ്രീക്വൻസി FR ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. FR/ബാൻഡ് വിഡ്ത്ത് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ Q is equal to 1/R into root of L/C. Q factor is equal to 1/R into root of L/C. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷനിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാം. ക്യൂ ഫാക്ടർ, റെസൊണന്റ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നിഫിക്കേഷൻ, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞ സീരീസിലെ ക്യൂ ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫിഗർ ഓഫ് മെറിറ്റ് എന്നും പറയാറുണ്ട്. ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, ക്യൂ ഫാക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്നൊക്കെ നമ്മൾ ഇതിന് പറയാവുന്നതാണ്. നൗ അപ്പോൾ ഇതില് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്, ഈ ക്യൂ ഫാക്ടറിൽ ഇങ്ങനെ പറഞ്ഞത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. സെയിം ഇക്വേഷൻസ്, ഈ സെയിം ഇക്വേഷൻസ് തന്നെ നമുക്ക് എവിടെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം? പാരലലിന്റെ കേസിലാവുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് 2-3 കാര്യങ്ങൾ കൂടെ നോക്കിയേ. FR എന്ന് പറയുന്നത് we can use this equation. FR is equal to F1 F2. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന റൂട്ട് ഓഫ് F1 F2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി ഇൻ ദ കേസ് ഓഫ് പാരലൽ നെറ്റ്വർക്ക്സ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ആദ്യത്തെ കാര്യത്തിലേക്ക് പിന്നെ പോവാം. അത് ഓൾറെഡി ഞാൻ ഒരു ചാർട്ട് കാണിച്ചു, അതിൻ്റെ അകത്ത് ആ ചാർട്ടിൻ്റെ അകത്ത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ബിഫോർ ദാറ്റ് ഈ ക്യൂ ഫാക്ടർ തന്നെ ഞാൻ കമ്പയർ ചെയ്യണം. ക്യൂ ഫാക്ടർ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം. ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കോളാം. Q is equal to L⍵/R and Q is equal to 1/C⍵R എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷൻസും ഇവിടെ പാരലൽ റെസൊണൻസിന്റെ കേസിൽ വരുമ്പോൾ എന്തായി മാറുന്നു വെച്ചാൽ Q is equal to R/L⍵ എന്ന് മാറും. R/L⍵. അതേപോലെ ഇവിടെ വരുമ്പം ω/CR, അതായത് 1/C⍵R എന്നുള്ള C⍵R ആയിട്ട് മാറും. Q is equal to റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത്. അത്
രണ്ട് കേസിലും സെയിം തന്നെ, സീരീസിലായാലും പാരലലായാലും നമുക്ക് വി ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ്. പിന്നെ വരുന്നത് ഈ ക്യൂ ഫാക്ടർ ഡിഫറൻസ് വരുന്നത്, എല്ലാ ഇക്വേഷൻ ഡിഫറൻസ് വരുന്നത് എന്താണ്? എൽ ഒമേഗ ബൈ ആർ, ഇതിന്റെ റെസിപ്രോക്കൽ ആർ ബൈ എൽ ഒമേഗ. അടുത്തത് ക്യൂ ഫാക്ടർ 1/c ഒമേഗ, അതിന്റെ റെസിപ്രോക്കൽ ഒമേഗ സി ആർ. അടുത്തത് ഈ ക്യൂ ഫാക്ടർ തന്നെയാണ് സെയിം ഇക്വേഷൻ, എഫ് ആർ ബൈ റെസൊണന്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ് വിഡ്ത്ത്. ഇവിടെ ക്യൂ ഇസ് ഈക്വൽ ടു 1/r ബൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ സി എന്ന് പറയുന്നത് എന്തായി മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ ആർ ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ. അതായത് ഞാൻ പറയുന്നത് ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് വാല്യൂസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദീസ് വാല്യൂസ്, റൈറ്റ്? ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ സീരീസിന്റെ കേസിലെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1/2π റൂട്ട് എൽ സി എന്ന് പറയും, 1/2π റൂട്ട് എൽ സി എന്ന് പറയും. പാരലൽ റെസൊണൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/2π റൂട്ട് എൽ സി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എക്സ് സി എക്സ് എൽ ഈക്വൽ ആവുമ്പോഴാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എക്സ് സി ഈക്വൽ ടു എക്സ് എൽ ആവുമ്പോഴാണ് എന്താ പാരലൽ റെസൊണൻസും സംഭവിക്കുന്നത്. പക്ഷെ പിന്നെ എക്സ് സി ആൻഡ് എക്സ് എൽ ആർ ഈക്വൽ എന്താണ്? ഈ രണ്ട് ബ്രാഞ്ച് രണ്ടും പാരലൽ ആണല്ലോ. പാരലൽ ആകുമ്പോൾ കപ്പാസിറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അത് ഓർത്തോളുക. പാരലൽ റെസൊണൻസ് എന്ന് പറയുമ്പോൾ സീരീസിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ റെസൊണൻസ് ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, ലൈക്ക് എ ടാങ്ക് സർക്യൂട്ട്, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പം ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും കപ്പാസിറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. രണ്ടും എന്താണ്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസും ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ക്യാൻസൽസ് ഈച്ച് അതർ. ടു കറണ്ട്സ് വിൽ ബി ക്യാൻസൽസ് ഈച്ച് അതർ. സോ ടോട്ടൽ കറണ്ട് ഇസ് 0. അപ്പം നമുക്ക് എഫ് ഈസ് ഈക്വൽ 1/2π റൂട്ട് എൽ സി തന്നെ പാരലലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 1/2π റൂട്ട് എൽ സി. നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ടാങ്ക് സർക്യൂട്ട്. ഒരു ടാങ്ക് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഹാവിങ് എ കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ, ഒരു ഇൻഡക്ടർ. ഓക്കെ, എല്ലും സിയും പാരലൽ. ഇതിനാണ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടാങ്ക് സർക്യൂട്ട് വരുമ്പോൾ അപ്പൊ ഇതിനെ നമുക്ക് സി എല്ലും ഇതെന്താ ആർ എൽ, അതായത് ഇൻഡക്ടറിന്റെ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെ ആർ എൽ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളതിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ എന്താ? 1/2π ഇൻറ്റു റൂട്ട് ഓഫ് 1/LC മൈനസ് RL² ഡിവൈഡഡ് ബൈ എൽ, റൈറ്റ്? 1/LC മൈനസ് RL² ബൈ, ഓക്കെ, ഇവിടെയും സ്ക്വയർ വരും. ഓക്കെ, എഫ് ആർ ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് 1/LC മൈനസ് RL² ബൈ L² നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് കർവ് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് കർവ് നോക്കിയ സമയത്ത് ഇതാണ് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി എങ്കിൽ ഇത് റെസിസ്റ്റീവ് ആയിരുന്നു, ഇത് കപ്പാസിറ്റീവ് ആയിരുന്നു, ഇത് ഇൻഡക്ടർ ആയിരുന്നു. ഈ പാരലലിന്റെ കേസിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് അഗെയിൻ ഇത് റെസിസ്റ്റൻസ് തന്നെയാണ്, കപ്പാസിറ്റീവ് പാരലൽ റെസിസ്റ്റൻസ് റെസിസ്റ്റീവ് തന്നെയാണ്. പക്ഷെ ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി ഇറ്റ് ഇസ് ഇൻഡക്റ്റീവ്, എബോ റെസൊണന്റ് ഫ്രീക്വൻസി കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. എളുപ്പത്തിൽ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാം. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ബോർഡിലേക്ക് ക്യൂ ഫാക്ടറിനെ പല ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് വി ക്യാൻ ചൂസ്, റൈറ്റ്? ഇപ്പൊ ഞാനൊരു ഇത് പറയാം, നമ്മുടെ ജസ്റ്റ് ഒരു കമ്പാരിസൺ കൂടെ ഉള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിക്കും. ആ ചാർട്ടും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഈ റെസൊണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എല്ലാ ഇക്വേഷൻസും, അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഈസിലി സ്കോർ ദ മാർക്സ്. ഒരു ക്വസ്റ്റ്യനും നമുക്ക് വിട്ടുപോകത്തൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് നോക്കാം. സോ ഡിസ്ക്രിപ്ഷൻ, സീരീസ് RLC സർക്യൂട്ട്, ഇംപിഡൻസ് എന്ന് പറയുന്നത് മിനിമം ആണ്, മാക്സിമം. പാരലൽ കേസ് മാക്സിമം ആണ്. അപ്പൊ ഇംപിഡൻസ് മിനിമം ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റൻസ് എന്തായിരിക്കും? ഇവിടെ മാക്സിമം, അഡ്മിറ്റൻസ് പാരലൽ മിനിമം ആയിരിക്കും. ദെൻ കറണ്ട് അറ്റ് റെസൊണൻസ്, കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കറണ്ട് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് I is equal to V/R. അവിടെയാണെന്നുണ്ടെങ്കിൽ എന്തോ മിനിമം കറണ്ട് ഇവിടെ മാക്സിമം ആയിരിക്കും, റെസൊണൻസ് കറണ്ട് കറണ്ട് മാക്സിമം ആയിരിക്കും, ഇവിടെ മിനിമം ആയിരിക്കും. മിനിമം കണ്ടുപിടിക്കുന്ന കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് V ഇൻറ്റു CR/L. കാരണം ഇംപിഡൻസ് എന്ന് പറയുന്നത് Z is equal to R ആണ്. എഫക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസൊണൻസ് കേസിൽ Z equal to R. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ കാര്യം പറഞ്ഞില്ല, ഇംപിഡൻസ് അറ്റ് റെസൊണൻസ്. ഓക്കെ, പാരലൽ കേസിൽ ഇംപിഡൻസ് റെസൊണൻസ് L/CR ആണ്.
പവർ ഫാക്ടർ റെസിഡൻസ് എന്ന് പറയുന്നത് രണ്ട് കേസ് യൂണിറ്റി ആണ്. ഈവൻ ദോ ഇറ്റ് ഇസ് L/C/R എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും വി ക്യാൻ കൺസിഡർ ദ പവർ ഫാക്ടർ ആസ് യൂണിറ്റി. റെസിഡന്റ് ഫ്രീക്വൻസി യൂണിറ്റി തന്നെ ആയിരിക്കും. Then റെസിഡന്റ് ഫ്രീക്വൻസി ഇവിടെ 1/2π√LC, ഇത് 1/2π × √1/LC മൈനസ് R²/L². ദിസ് നത്തിങ് ബട്ട് ടാങ്ക് സർക്യൂട്ട് റെസിഡന്റ് ഫ്രീക്വൻസി തന്നെയാണ്. റൈറ്റ്, സോറി ഫോർ ദാറ്റ്. അഗെയിൻ ഒരു ചെറിയൊരു കൈ ഇതാവുന്നത് കൊണ്ട് മാത്രമാണ്, സോറി ഫോർ ദാറ്റ്. സോ അപ്പം ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈസിലി യു ക്യാൻ ക്രാക്ക് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് നമുക്ക് ആ ലാസ്റ്റ് 2-3 പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം. നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. റെസിഡന്റ് ഫ്രീക്വൻസി ഫൈൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് മാഗ്നിഫൈസ്. സീരീസിൽ മാഗ്നിഫൈ ചെയ്യുന്നത് വോൾട്ടേജ് ആണെങ്കിൽ പാരലലിൽ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നത് കറണ്ട് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കറണ്ട് മാഗ്നിഫിക്കേഷൻ ആയിരിക്കും, സീരീസിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ L⍵/R, ഇവിടെയും L⍵/R. വി കൻ യൂസ് ദ സെയിം ഇക്വേഷൻസ്. L⍵/R എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഓർ വി കൻ യൂട്ടിലൈസ് ദാറ്റ്. ഓക്കെ, സോ ബൈ ദിസ് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസൊണൻസ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഡിസ്കസ് ചെയ്തെല്ലാം SSC നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാംസിന് വന്നതും കേരള PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള എക്സാംസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത്. കെൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒരു AE ലെവലിൽ നമുക്ക് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്താൽ അതിനെക്കാട്ട് താഴെ നമുക്കുള്ള ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ഇതിൻ്റെ ഷോർട്ട് ടൈം നമുക്ക് എല്ലാ ഇക്വേഷൻസും നിങ്ങളെ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് റിപ്പീറ്റഡ്ലി അതിനൊന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇവിടത്തുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. So again, if you got any doubts, you can please contact that number. ആദ്യം ഞാൻ കാണിച്ച നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ we will clear that. Okay, so I hope ഈ ഒരു ടോപ്പിക്കിൽ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. Okay, thank you.